ഇനി നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ് നിലവിൽ. ഡാമിൽ ഒപ്പം തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലൊക്കെ ജലനിരപ്പ് ഉയരുന്നു എന്നതാണ്. അവിടെ ഒരു ആശങ്കയുടെ സാഹചര്യമുണ്ടോ? എന്താണ് സാഹചര്യം? അനുജ, ഇടുക്കി ജില്ലയിൽ പരക്കെ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമില്ല. പക്ഷേ ഈ അടിമാലി, മൂന്നാർ, നേരിമംഗലം മേഖലകളിൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അതൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലും മരം കടപുഴകി വീണതുമൊക്കെ ഈ മേഖലകളിലാണ്. അതിന്റെ ഒരു ആശങ്ക ആ മേഖലയിലുള്ള ആളുകൾക്കുണ്ട്. ഈ കല്ലാർ ഭാഗത്ത് ഒരു വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുകയും അതിന് മുൻപിൽ നിർത്തിയിട്ടിരുന്ന ഒരു ജീപ്പിനും ഓമിനിക്കും കേടുപാട് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം ജില്ലയിൽ പരക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. കാരണം അതിശക്തമായ കാറ്റ് വിവിധ മേഖലകളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായ കാര്യം. എന്തായാലും ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ വ്യാപകമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇന്നും നാളെയും നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഇന്നലെ ഉത്തരവിട്ടിരുന്നു. മാത്രമല്ല, അനാവശ്യ യാത്രകൾ, ഇടുക്കിയിലേക്കുള്ള മലയോര മേഖലയിലേക്കുള്ള അനാവശ്യ യാത്രകൾ രാത്രികാലങ്ങളിൽ ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ വൈദ്യുതി ബന്ധം തകരാറിലാണ്. 7 ദിവസമായി കരണ്ട് പോലുമില്ലാത്ത മേഖല ഈ പല പഞ്ചായത്തുകളിലും അത്തരമൊരു അവസ്ഥയുണ്ട്. ഈ വട്ടവട ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിൽ കഴിഞ്ഞ 7 ദിവസമായി കരണ്ട് ഇല്ല എന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കണമെങ്കിൽ സമയമെടുക്കും എന്നുള്ളതാണ് അധികൃതർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും മഴയുടെ പശ്ചാത്തലത്തിലുള്ള നിയന്ത്രണങ്ങൾ വിവിധ മേഖലകളിൽ തുടരുകയാണ്. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. നമ്മൾ മറ്റ് പ്രതിനിധികളിലേക്ക് മഴ വാർത്തകളുടെ വിശദാംശത്തിനായി എത്തും.